ഇപ്പോൾ നമ്മൾ മരണമാസമല്ലേ കണ്ടത്? അതെ അതെ, മരണമാസം മൊത്തത്തിൽ ടോട്ടലായിട്ട് പറയണമെങ്കിൽ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. കാരണം ഒരു സീരിയൽ കില്ലർ ആ കഥാപാത്രമാണ്. അതാണൊരു കഥ. ഏതായാലും വളരെ നന്നായിട്ട് ശിവപ്രസാദ് എന്ന ഡയറക്ടർ നന്നായിട്ടൊരു മലയാള സിനിമയ്ക്ക് ഒരു നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭാവന നൽകി. കാരണം അത്രയും നല്ല ഡയറക്ഷൻ. പിന്നെ നമ്മുടെ സിജു സണ്ണി, നമ്മുടെ വാഴയിൽ വന്ന അദ്ദേഹം, പുള്ളിയും നന്നായിട്ട് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കഥ. പിന്നെ ബേസി ജോസഫിൻ്റെ നമുക്കൊന്നും പറയാനില്ല. കാരണം ബേസി ജോസഫ് ഈ കുറേ കാലങ്ങളായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. അതേപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഇപ്പോൾ ഈ മരണമാസം. വാഴ എന്നുള്ള സിനിമയുടെ തിരക്കഥാകൃത്താണ്. വാഴ എന്ന പടത്തിൽ അഭിനയിച്ച സിജു സണ്ണി എന്ന് പറഞ്ഞ ആക്ടറിന്റെ കഥയാണ്. പിന്നെ മറ്റുള്ള റൊമാൻറ്റിക് സീനും മറ്റുള്ള ഇതില് മ്യൂസിക്കൊക്കെ നന്നായിട്ടുണ്ട്. അതിന്റെ ക്യാമറ, പിന്നെ എന്താ പറയുന്നത്, ഓരോരുത്തരും അഭിനയം. ഈ സുരേഷ് കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ നടൻ നമ്മൾ ഒരുപാട് കുറെ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. പഴശ്ശിരാജ, പിന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് കോമഡി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ. ഇപ്പം മമ്മൂക്കയുടെ തന്നെ ഗാനഗന്ധർവ്വയിൽ അദ്ദേഹം നല്ലൊരു ഗംഭീര റോളാണ് ഇത്. സുരേഷ് കൃഷ്ണൻ അദ്ദേഹം അതിഗംഭീരം. പിന്നെ ഇതിലൊരു കാരണവരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയുടെ പേര് എനിക്ക് അറിയില്ല, പുള്ളിനെ അറിയാം എനിക്ക്, പക്ഷെ പേര് അത്ര ഓർമ്മയില്ല. എന്തായാലും അദ്ദേഹം നല്ലൊരു പ്രായമുള്ളൊരു കഥാപാത്രം. അതാണ് അദ്ദേഹത്തിന്റെ ഇതിലൂടെയാണ് കഥ പോണത് മുമ്പോട്ട്. അതും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നായിക, ബേസിന് പറ്റിയ ഒരു നായിക. കാരണം അവരുടെ ഒരു നമ്മൾ പറയില്ല, ഒരു നായകനെ എങ്ങനെയാണ് അതിന്റെ ഒരു അത് നല്ല വർക്കൗട്ടായിട്ടുണ്ട്. കാരണം ബേസിലായിട്ടുള്ള അഭിനയിക്കാനും ആ ഡയലോഗ് പ്രസന്റേഷനും എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബുവല്ലി, മുൻകാല ഒരു നടനാണ്. അദ്ദേഹത്തിന് ഒരു മികച്ചൊരു പോലീസ് ഓഫീസറുടെ വേഷം കൊണ്ട് മനസ്സിൽ. പിന്നെ നമുക്ക് ഇപ്പോഴും പിന്നെ കഥാപാത്രം ഇപ്പോഴും നന്നായിട്ട് അദ്ദേഹം ഈ കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പടത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഈ പടത്തിൽ എടുത്തേക്കുന്നത്. കാരണം നമുക്ക് മുൻപ് പടങ്ങളിലുള്ള പോലെ അധികം വയലൻസ് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഇതിന് ഈ പടത്തിന്റെ കഥക്ക് പറ്റിയ ഒരു സംഭവമാണ് എന്തായാലും ചെയ്തേക്കുന്നത്. എന്തായാലും ശിവപ്രസാദ് എന്ന ഡയറക്ടർ മലയാള സിനിമയ്ക്ക് ഈ വിഷുക്കാലത്ത് ഈ പെരുന്നാൾ സമയത്തൊക്കെ നല്ലൊരു സമ്മാനമാണ് നല്ലൊരു പ്രേക്ഷകർക്ക് നൽകിയത്.